ഒരു ദുരൂഹ സാഹചര്യത്തിൽ കണ്ടു. കൊച്ചി സെൻട്രൽ സ്ക്വയർ മാളിലെ സ്ക്രീൻ 7-ൽ നിന്നാണ് കണ്ടത്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ റൈറ്റർ ഡയറക്ടർ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു പടം. കഥ അത്ര മികച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പെർഫോമൻസിന് വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്താൽ മുതലാവും. സിനിമാറ്റോഗ്രാഫി ബൈ അർജുൻ സേതു അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. സോങ്സ് ആൻഡ് സ്കോർ ബൈ ഡോൺ വിൽസെൻറ്റ്. ചില പാട്ടുകളൊക്കെ വല്ലാത്തൊരു സൂത്തിങ് എഫക്റ്റ്. ഒരു പാട്ടുണ്ട്, അതിനിഗൂഢം ആത്മരാഗം അത്യപൂർവം എൻ മോഹം അതിരസം നാം വീണലോ, അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായ പാട്ടുകളൊക്കെ. ഇനി പെർഫോമൻസ്, കമ്മിങ് ടു പെർഫോമൻസ്, ഈ സിനിമയുടെ നട്ടല് കുഞ്ചാക്കോ ബോബൻ. വാട്ട് എ പെർഫോമൻസ് മാൻ, വാട്ട് എ പെർഫോമൻസ്. ഞെട്ടിച്ച് കളഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ സീൻസൊക്കെ വേറെ ലെവല്. സ്വന്തം ബെഞ്ച് മാർക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. ദിലീഷ് പോത്തൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അന്യായ പെർഫോമൻസ്. പിന്നെ ചിദംബരം ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് അഭിനയിക്കുന്നത്. ഒരു മികച്ച തുടക്കമാണ്. ഏകദേശം ഒരേ പേസിൽ തന്നെ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട റോളായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊരു ഫയറൊക്കെ ഉണ്ട് ആക്ടിങ്ങിൻ്റെ. ഇനിയും നല്ല വേഷങ്ങൾ കിട്ടട്ടെ. സജിൻ ഗോപും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ചില സ്ഥലത്തൊക്കെ ഒരു പൈങ്കിളി വൈബ് അടിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ജാഫർ ഇടുക്കി ആൻഡ് സുധീഷ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല ഇത്, എന്നാലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പെർഫോമൻസ് അതിഗംഭീരമാണെങ്കിലും സ്റ്റോറിയിൽ ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ കുഞ്ചാക്കോവിൻ്റെയും ദിലീഷ് പോത്തൻ്റെയും ഒരു ഗംഭീര പെർഫോമൻസ് എനിക്ക് മിസ്സായേനെ. അപ്പം ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ശരി.